അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമുക്ക് ഈ നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കുഞ്ഞു വീഡിയോ ഒന്നുമില്ല, നല്ല വലിയ വീഡിയോ തന്നെയാണ്. അപ്പൊ നമ്മുടെ നെല്ലിക്ക കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താ, നമുക്ക് നന്നായിട്ട് ബ്ലഡ് വെക്കാനായിട്ട്, അതുപോലെ തന്നെ ബുദ്ധി ഉണ്ടാവാനായിട്ട്, മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് നമ്മുടെ ഈ ഒരു നെല്ലിക്ക. സാധാരണയായിട്ട് കുട്ടികൾ ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കൂല്ലേ, പിന്നെ കഴിക്കില്ല. ഉപ്പിലിട്ടതായാലും അങ്ങനെ തന്നെ. ഇവിടെ അങ്ങനെ പിള്ളേർ അധികം കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, അരിഷ്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ കെമിക്കൽസ് ഒക്കെ കൂട്ടിയിട്ടുള്ളതായിരിക്കും. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ എൻ്റെ ജ്യേഷ്ഠത്തി ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നു. ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ എന്ത് രസമായിരുന്നു എന്നറിയോ. അന്ന് തുടങ്ങി വിചാരിക്കുന്നതാണ് എന്തായാലും ഒരു കിലോ നെല്ലിക്ക വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ എടുക്കുന്നത് നല്ല ജീരകം. കണ്ടോ, നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ വെച്ച് എടുക്കുക കേട്ടോ. 1 കിലോ നെല്ലിക്കയ്ക്ക് 2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു 5-6 പട്ട. ഒരു പട്ടന ഇങ്ങനെ നമ്മൾ കഷ്ണാക്കിയിട്ട് ഇങ്ങനെ, ഈ കഷ്ണമല്ലേ, ഈ ഒരു കഷ്ണം, അതിനെന്ത് ചെയ്യുക, ഒരു 5-6 എണ്ണം ആക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കരയാമ്പൂവ്. പിന്നെ എന്ത് ചെയ്യുക, കുരുമുളക്. അപ്പം എൻ്റെ കുരുമുളക് ക്രഷാക്കിയതില്ല, പൊടിയാണുള്ളത്. അപ്പം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് 1 കിലോയ്ക്ക് നമ്മൾ 1/2 കിലോ ശർക്കരയാണ് സാധാരണ എടുക്കാറുള്ളത്. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എന്തായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പൊ നല്ല മധുരം വേണ്ട എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 1/2 കിലോ ശർക്കരനെ ഒന്ന് കുറയ്ക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പൊ ഫസ്റ്റ് എന്താണെന്നറിയോ, ഇതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ആണോ, കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഒട്ടും തന്നെ എന്ത് പാടില്ല, വെള്ളം പാടില്ല. പിന്നെ എന്ത് ചെയ്യുക, ശർക്കര കണ്ടില്ലേ, ഇത് ഞാനിങ്ങനെ പൊടിയായിട്ട് വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന്, ഇവിടെ ജ്യേഷ്ഠത്തി തന്നെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് പാക്കറ്റായിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ 5 കിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ വേണ്ടത് നമുക്ക് നല്ലൊരു ഗ്ലാസ് ജാറാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒട്ടും വെള്ളം ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം ആദ്യം തന്നെ. അതിനുശേഷം ഇതേപോലെ ഒരു ഗ്ലാസ് ബൗൾ എടുക്കാം, ജാർ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ഇനി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ. കണ്ടോ, അപ്പൊ നമ്മുടെ ഇതിങ്ങനെ പൊടിച്ചു വന്നു. വല്ലാണ്ട് അങ്ങോട്ട് പൊടിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഈ ബൗൾ അങ്ങനെ എടുക്കുക. അതിനുശേഷം കുറച്ച് ശർക്കര ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ അടിയിൽ ഈ സംഭവം കുറച്ചിട്ട് കൊടുക്കുക, മസാല. പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതിങ്ങനെ പൊടിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും മസാല ഇട്ട് കൊടുക്കുക. വീണ്ടും ഇതിട്ട് കൊടുക്കുക. നമുക്കിത് എന്ത് ചെയ്യാം, ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം, ഇത് തീരുന്നത് വരെ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒട്ടും തന്നെ നനവ് പാടില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 40 ദിവസത്തേക്കാണ് നമ്മളിത് മൂടി വെക്കാനായിട്ട് പോകുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നനവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും, പൂപ്പൽ വന്നിട്ട് നമുക്കിത് കേടായി പോകാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നനവ് ഒട്ടും തന്നെ പാടില്ല. എല്ലാം നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം. നെല്ലിക്ക ആയാലും അതുപോലെ തന്നെ ജാറായാലും എല്ലാതും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ജാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് 1 കിലോ ഇതിലേക്ക് കൊള്ളുന്ന രീതിയിലാണ് ഞാൻ ഇതിലേക്ക് ആഡായിട്ടുള്ളത്. പിന്നെ ഭയങ്കര മധുരം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു മധുരം, ശർക്കര കുറച്ച് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ നമ്മുടെ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കണ്ടോ, സംഭവം ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് 40 ദിവസം വരെയും സൂര്യപ്രകാശം ഒക്കെ ഏൽക്കാത്ത രീതിയിൽ നമുക്കിതിനെ മൂടി വെക്കാം. സാധാരണയായിട്ട് നല്ല വൈറ്റ് കോട്ടൺ തുണി ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട്
നമ്മൾ ഈ മൂടി കൊണ്ട് മൂടുകയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ കോട്ടൺ തുണി ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് മൂടി വെച്ചിട്ടിങ്ങനെ കണ്ടോ, ജസ്റ്റ് മൂടി വെച്ചിട്ടിങ്ങനെ മൂടുകയാണ് ചെയ്യുന്നത്. വേറെ ഒന്നും ചെയ്യുന്നില്ല. കോട്ടൺ തുണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. അപ്പം എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്നിങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് ഇങ്ങനെ വെച്ചേക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 40 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ തുറന്ന് നോക്കാം ഇതെങ്ങനെയാവും എന്നുള്ളത്. അപ്പോൾ സാധാരണയായിട്ട് ഇത് 40 ദിവസം കഴിയുമ്പോൾ എന്താകും, ഈ ഒരു പച്ച നെല്ലിക്ക നന്നായിട്ട് ഇതിൻ്റെ ആ സംഭവങ്ങൾ നീരൊക്കെ പോയിട്ട് ഇങ്ങനെ അബ്സോർബ് ആയിട്ട് ഇതിങ്ങനെ ചുങ്ങി ചുങ്ങി വരും. ഇങ്ങനെയാണ് വരിക 40 ദിവസം കഴിയുമ്പോൾ. നമുക്കിത് നോക്കാം കേട്ടോ 40 ദിവസം കഴിഞ്ഞിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെല്ലിക്ക അരിഷ്ടം 40 ദിവസം ഒന്നല്ല കേട്ടോ, അതിനും കൂടുതലായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സംഭവം ഉണ്ടല്ലോ, മണങ്ങനെ സ്മെല്ലുണ്ടല്ലോ, അതിങ്ങനെ പുറത്തേക്ക് വരാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. കറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അരിഷ്ടമുണ്ടല്ലോ, അതിൻ്റെ ഒരു സ്മെല്ലാണ്. അപ്പോൾ നമുക്കിതിനി എന്താ ചെയ്യാന്നറിയോ, ഇതിങ്ങനെ എടുത്തിട്ട് നല്ല ഫ്രഷ് തുണിയിൽ ഇതെന്ത് ചെയ്യണം, അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മുടെ സാധാ അരിപ്പയിലിട്ട് അരിക്കുകയാണ്, പക്ഷേ ഉണ്ടല്ലോ ഇത് എത്ര അരിച്ചാലും ഇതിൻ്റെ നീര് പറ്റൂല. നമ്മൾ നീര് പറ്റാത്തുറവാന്ന് പറയില്ല, അതേപോലെയാണ്. കുറേ നേരം നമ്മൾ പിഴിഞ്ഞ് എടുത്തെങ്കിലാണ് എന്താണ് അതിൻ്റെ ഫുള്ള്, അതിൻ്റെ ആ ഒരു നീര് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നിങ്ങളിങ്ങനെ കറക്റ്റ് ഓരോ പ്രാവശ്യം ഞാനിങ്ങനെ എന്താണ് ഇതിനെ ഈ ഒരു ഞാനൊരു വെള്ള തോർത്താണ് എടുത്തിട്ടുള്ളത്. അതിലിട്ടുങ്ങാണ്ട് ഞാൻ പിഴിഞ്ഞെടുക്കുമ്പോഴും ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും അതിൻ്റെ നീരിങ്ങനെ വരികയായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഇത് കഴിച്ച് നോക്കിയിട്ടുണ്ടല്ലോ, കറക്റ്റ് അവർ പറയുന്നു, കറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അരിഷ്ടം എങ്ങനെയാണോ അതേപോലെ നമുക്ക് കെമിക്കലില്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു 40 ദിവസത്തെ കാത്തിരിപ്പ് വേണം, പക്ഷെ എന്നാൽ അതൊരു രസമല്ലേ. നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിനൊരു റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, എന്താ നെല്ലിക്ക, നിങ്ങൾ നോക്കിക്കേ, കറക്റ്റായിട്ട് അത് ഉണങ്ങിയിട്ട് കണ്ടോ, ഒരു ഉണക്ക നെല്ലിക്കയുടെയൊക്കെ ഒരു കറക്റ്റായ ഒരു രൂപമായില്ലേ. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ കറക്റ്റായിട്ട്. അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തേൻ നെല്ലിക്ക ഇടൂലേ, അതല്ല, ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തേൻ നെല്ലിക്കയാക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ജാറിൽ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, വലിയ ജാറിൽ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ. കാരണം എനിക്ക് പണ്ടേ അരിഷ്ടം ഇഷ്ടമാണ്, പണ്ടൊക്കെ ഞാൻ കട്ട് പിടിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമാണ്. ചിലർക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ബെസ്റ്റാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കുടിച്ചാൽ മതി കേട്ടോ, നല്ല ഡോസ് ഉണ്ടാവും. കാരണം നമ്മൾ ഒരു കെമിക്കലും ഇല്ലാതെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് 40 ദിവസത്തെ കാത്തിരിപ്പ് വേണമെന്നേ ഉള്ളൂ. എന്തായാലും നോക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും.